ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരോ. അരണ്യകാണ്ഡത്തിലെ 23-ാമത്തെ സർഗമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അങ്ങനെ ഖരൻ അതിഗംഭീരമായിട്ട് പുറപ്പെട്ടു, തേരിലേറി എന്നുവരെയാണ് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞത്. അങ്ങനെ വലിയ സൈന്യം ഖരൻ്റെ പിന്നാലെ പുറപ്പെട്ടു. അപ്പോൾ ആ സൈന്യത്തിന് മുകളിൽ ചോരമഴ പെയ്യാൻ തുടങ്ങി. ഗർദഭാരുണ സ്തുമുലോ ഗർദഭാരുണ എന്ന് പറഞ്ഞ്, ഗർദഭാരുണമായ ചോര നിറ. ഗർദഭം കഴുത, കഴുതയുടെ നിറം ചുമപ്പാണ്, കഴുതയുടെ നിറമാണ് ഒരു പൊടി പിടിച്ച ചുമപ്പ് നിറം മാതിരിയുള്ളൊരു, ആ നിറത്തോടു കൂടിയ വെള്ളം മഴ, അങ്ങനെ ചോരമഴ പെയ്യാൻ തുടങ്ങി. അതൊരു അപശകുനമാണ്. നല്ല സമതലത്തിൽ കൂടെയാണ് ഖരൻ്റെ രഥം പോണേ. പൂക്കളൊക്കെ വിരിച്ച് അങ്ങനെ ജനസ്ഥാനത്തിൽ ആ രാജപാത മാതിരിയുള്ള ആ പാതയിലാണ് ഖരൻ പുറപ്പെട്ട്. അതിൽ പോകുന്ന ഖരൻ്റെ തേരിൻ്റെ കുതിരകൾ ഇടറിപ്പോയി. നമ്മൾ ചിലത് വീണു, ചിലത് കാലൊക്കെ കുത്തി. അങ്ങനെ സൂര്യൻ കറുത്ത് വശമായി. ഒരു കറുത്ത് ചുറ്റും ചെറിയ ചുവപ്പ് രാശി മാത്രമുണ്ട്. ഒരു അലാത ചക്രം മാതിരിയായി സൂര്യൻ്റെ സ്ഥിതി. ഖരൻ്റെ സ്വർണ്ണക്കൊടി മരത്തിൽ അതാ ഒരു വലിയ കഴുകൻ പറന്ന് വന്നങ്ങനെ ഇരുന്നു. ജനസ്ഥാനത്തുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ഇറച്ചിയൊക്കെ കൊത്തി വലിച്ച് തിന്നുന്ന മൃഗങ്ങളും പക്ഷികളും പലതരം ഒച്ചകളുണ്ടാക്കാൻ തുടങ്ങി. ആകാശത്തിലോ മദം പൂണ്ട ആനക്കൊമ്പന്മാരെ പോലുള്ള മേഘങ്ങളങ്ങനെ രക്തവും വെള്ളവും കൂടിക്കലർന്നിങ്ങനെ ചൊരിയാൻ തുടങ്ങി. അങ്ങനെ ആകാശത്തിനെ മേഘങ്ങളങ്ങനെ ഇടതൂർന്ന് വന്നിട്ട് ആകാശം തദനാകാശം ചക്രോൻ ഭീമ അംബുവാഹകാഹ എന്നാണ് വാൽമീകി പറയുന്നത്. ആകാശത്തെ അനാകാശമാക്കി തീർന്നു. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ്, ഒഴിവുള്ള സ്ഥലം. അനാകാശം, മേഘങ്ങളങ്ങനെ തിങ്ങി അത് സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥിതിയാക്കി എന്നാണ് പറയുന്നത്. ആകാശം തദനാകാശം ചക്രോൻ എന്നാണ് വാൽമീകിയുടെ പ്രയോഗം. പിന്നെതാ ഇരുട്ട് വന്നടച്ചു. ചോരം നിറമാർന്ന സന്ധ്യ അകാലത്തിൽ വന്നണഞ്ഞു. ഖരനെ നോക്കി മൃഗപക്ഷികൾ അങ്ങനെ വന്ന് ആർക്കാൻ തുടങ്ങി. ചെന്നായ, കഴുകൻ, കുറുനരി, ആ മാതിരിയുള്ളതൊക്കെ മുഖമുയർത്തി. അവരെ കണ്ടാൽ തന്നെ പേടിയാവും. അങ്ങനെ ആ സൈന്യത്തിൻ്റെയും ഖരൻ്റെയും നേർക്ക് വലിയ ലഹളം ഉണ്ടാക്കാൻ തുടങ്ങി. സൂര്യൻ്റെ അടുക്ക് പരിഖം എന്ന ആയുധം പോലൊരു നിറം കാണും, ഒരു ചിഹ്നം കണ്ടു. അത് ഒരു കബന്ധായിരുന്നു, തല ഇല്ലാത്തൊരു ശരീരം മാതിരി അങ്ങനെ കാണപ്പെട്ടു സൂര്യൻ്റെ അടുത്ത്. അന്ന് കറുത്തവാവല്ല എങ്കിലും രാഹു സൂര്യനെ മറച്ചു. സൂര്യൻ്റെ പ്രഭ മങ്ങി, കാറ്റിന് വേഗം കൂടി വന്നു. അങ്ങനെ ഖരമായ കാറ്റ്, അതായത് പരുഷമായ കാറ്റ് അങ്ങനെ വീശാൻ തുടങ്ങി. രാത്രി അല്ലെങ്കിലും മാനത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴാൻ തുടങ്ങി. നക്ഷത്രം പോലെ വീഴാൻ തുടങ്ങി. അടുത്തുള്ള ജലാശയങ്ങളിലൊക്കെ മത്സ്യങ്ങൾ അനക്കല്ലാണ്ടായി. രാത്രി എന്ന് വിചാരിച്ചിട്ടുണ്ട്, അനക്കല്ലാണ്ടായി. താമരകളങ്ങനെ ഉണങ്ങി വശായി. പൊടി, മേഘത്തിൻ്റെ അതേ നിറം ഉള്ള പൊടി, തനി കറുപ്പല്ല എന്ന കുറച്ചൊരു ധൂസരവർണ്ണം ചേർന്ന പൊടി അങ്ങനെ പാറി ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞ് പിന്നെ മാനത്തേക്കും പൊടി അങ്ങനെ ഉയരാൻ തുടങ്ങി. വനസാരികളുണ്ട്, തത്തകൾ, അത് ചീചി കൂചി എന്നൊക്കെ അറിയാൻ തുടങ്ങിയെന്നാണ് വാൽമീകി പറയുന്നത്. ചീചി കൂചീതി വാശന്തിയോ എന്നാണ് പറയുന്നത്. ഘോര ശബ്ദത്തോടുകൂടി ഉൽക്കകൾ പതിച്ചു. കാടും മേടും മലയും ഒക്കെ അടക്കം ഉള്ള ഭൂമി അങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. സൈന്യങ്ങളെ മുഴുവൻ പുറപ്പെടുവിച്ച് അലറി പുറപ്പെട്ട ഖരൻ്റെ ഇടം കൈ ഇങ്ങനെ വിറച്ചു. കണ്ണിന്ന് കണ്ണീര് കുടുകുട ഒഴുകി. നെറ്റിയിൽ വേദന, പൊട്ടിപ്പൊളിയണ തലവേദന ഉണ്ടായി. പക്ഷെ ഖരൻ ഇതൊന്നും കൂസാക്കിയില്ല.
ഖരൻ സൈന്യങ്ങളോട് പറഞ്ഞു, നിങ്ങളിതൊന്നും കൂസാക്കണ്ട. നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അസ്ത്രങ്ങളുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലും എഴുതി വീഴ്ത്തുന്ന ആൾക്കാരാണ്. നമ്മൾ പുറപ്പെട്ടാൽ പിന്നെ ജയിച്ചേ മടങ്ങും. അവർ രണ്ടുപേരെയും, രാമനെയും ലക്ഷ്മണനെയും കൊന്നിട്ടേ തിരിച്ചു വരുള്ളൂ. എൻ്റെ പെങ്ങളുണ്ടല്ലോ, നിങ്ങളെ അപമാനിച്ചില്ലേ, അവരുടെ ചോര കുടിച്ച് എൻ്റെ പെങ്ങൾക്ക് തൃപ്തി വരട്ടെ. ഇതുവരെ ഒരു തോൽവിയും കാണാത്തവനാണ് ഞാൻ. നിങ്ങൾക്കറിയില്ലേ കൂട്ടരെ, എവിടെയെങ്കിലും എനിക്ക് തോൽവി വന്നിട്ടുണ്ടോ ഇതുവരെ? പിന്നെന്തിനാ ഇപ്പോൾ പേടിക്കണത്? മതം അടങ്ങിയ ഐരാവതത്തിൽ ഏറെ നടക്കുന്ന ഇന്ദ്രനെ പോലും കൊല്ലാൻ ഇപ്പോൾ തയ്യാറാണ് നമ്മൾ. ഇതൊക്കെ കേട്ടപ്പോൾ സൈന്യത്തിനങ്ങനെ സന്തോഷമായി, ഇളകി വശായി വരെ. അപ്പോഴേക്കും ആകാശത്ത് ദേവന്മാര്, സിദ്ധന്മാര്, ഗന്ധർവന്മാര് ഇവരൊക്കെ എന്താണ് അറിയാൻ വേണ്ടി ഒന്നുകൂടി വിമാനങ്ങളിൽ അങ്ങനെ വന്ന് നിറഞ്ഞു. അവർ ശ്രീരാമചന്ദ്രൻ്റെ മംഗളാശംസകൾ ചൊരിഞ്ഞു. ഈ ദുഷ്ടപരീക്ഷകളൊക്കെ ശ്രീരാമചന്ദ്രൻ കൊല്ലട്ടെ. ദൈത്യാരിയാണ് വിഷ്ണു. ആ വിഷ്ണു മാതിരി തന്നെ, വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും ഇവര് വിഷ്ണു മാതിരി തന്നെ ഇദ്ദേഹം ഇവരൊക്കെ ജയിക്കട്ടെ എന്ന് ആശംസിച്ചു. എന്നിട്ട് വിമാനങ്ങളിൽ വന്ന പടകളെയൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഖരൻ പുറപ്പെട്ടു. ഖരൻ സൈന്യങ്ങളുടെ മുമ്പിലെത്തി. ഖരൻ്റെ ഒപ്പം ഒരു 12 പേര്, ശേനഗാമി, പൃഥഗ്രീവൻ, യജ്ഞശത്രു മുതലായിട്ടുള്ള 12 പേര് ഒപ്പം അങ്ങനെ നിന്നു. സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ദൂഷണൻ നിന്നു. ദൂഷണൻ്റെ ഒപ്പം 4 ആള്, മഹാകപാലൻ, സ്ഥൂലാക്ഷൻ മുതലായിട്ടുള്ളവർ നിന്നു. അങ്ങനെ അർത്ഥഹസിച്ച് അവർ ജനസ്ഥാനത്ത് നിന്ന് അങ്ങനെ പഞ്ചവടിയുടെ അവിടെ എത്താണ്. സാ ഭീമവേഗ സമരാഭികാംക്ഷിണി. ഭീമവേഗാണ്, അതിഗംഭീരമായ ശക്തിയോടുകൂടി ആ സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യം സമരാഭികാംക്ഷിണി, യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളതാണ്. സുദാരുണ, ഭീകരമാണ് ആ സൈന്യം. രാക്ഷസവീരസേന, അങ്ങനെയുള്ള രാക്ഷസവീരന്മാരുടെ സേന. തൗ രാജപുത്രോ സഹസാഭ്യുപേത. ആ രാജപുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്ത് എത്തി. മാലാഗ്രഹാണാമിവ ചന്ദ്രസൂര്യവും. ഗ്രഹങ്ങളടക്കെ ഒരു കൂട്ടമായിട്ട് ചെന്ന് സൂര്യനെയും ചന്ദ്രനെയും പിടിച്ച് അവരങ്ങോട്ട് ആക്രമിക്കും. ഗ്രഹങ്ങളുടെ പട എന്ന മാതിരി സൂര്യചന്ദ്രന്മാരെ ആക്രമണിക്കാൻ മാതിരി വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ, സർഗം ഇവിടെ അവസാനിക്കുകയാണ്. നീലാംബുജശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ശ്രീരാമചന്ദ്രായ തേ നമഃ.